സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ വലിയ തോതിൽ കടുമ്പിരി കൊണ്ട സമയത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അല്ലെങ്കിൽ ഹേമ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത്. സർക്കാരിലേക്ക് സമർപ്പിച്ച റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവച്ചിരിക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷം അടക്കമുള്ളവർ ഘോരഘോരം വലിയ തോതിലുള്ള പ്രസ്താവനകളും വിവാദങ്ങളുമാണ് നടത്തിയത്. എന്നാൽ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം പറയുന്നത് പോലെ അല്ലെങ്കിൽ എതിരാളികൾ പറയുന്നത് പോലെ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുവാൻ സർക്കാരിന് യാതൊരുവിധ താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ തെളിയുന്നത്. കാരണം സർക്കാർ ഒരു ഘട്ടത്തിലും ഈ റിപ്പോർട്ടുകൾ പൂഴ്ത്തിവെക്കുവാൻ ശ്രമിച്ചിട്ടില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് ശരിവയ്ക്കുന്നതാണ് ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാനുള്ള തീരുമാനം. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികളും പരാതികളും ഈ രണ്ടംഗ ബെഞ്ചാണ് കേൾക്കുക. റിപ്പോർട്ടിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കണമെന്ന പ്രതിപക്ഷത്തിൻ്റെയും ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും മുറവിളിയുടെ രാഷ്ട്രീയമാണ് ഇവിടെ മറനീക്കി പുറത്തു വരുന്നത്. ജുഡീഷ്യൽ അധികാരമില്ലാത്ത കമ്മിറ്റി ആയതിനാൽ തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ ചെയ്യാറുള്ള തെളിവ് ശേഖരണം ഉൾപ്പെടെ ഹേമ കമ്മിറ്റി നടത്തിയിട്ടില്ല. നടപടി റിപ്പോർട്ടും കമ്മിറ്റി വച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടിലെ പരാമർശം മാത്രം വെച്ചുകൊണ്ട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും മറ്റും കടക്കാനാകില്ല എന്ന് നിയമവൃത്തങ്ങളിൽ നിന്നടക്കം അഭിപ്രായം ഉയർന്നിരുന്നു. 10-15 വർഷം മുമ്പുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള പരാതികൾ ആയതിനാൽ സാങ്കേതികമായും നിയമപരമായും ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടെന്നാണ് വിവിധ കോടതികളിലായി വന്ന കേസുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതടക്കം പുതിയ ബെഞ്ച് പരിശോധിക്കുമെന്നും അതോടൊപ്പം തന്നെ കൃത്യമായ ഒരു വ്യക്തതയാണ് ഇക്കാര്യത്തിൽ നൽകുന്നത്. റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയെല്ലാം കേസെടുക്കാനാകുമെന്നുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ കോടതിയുടെ മുന്നിൽ വരും. ഇക്കാര്യം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലാണ് നിലവിൽ ഉള്ളത്. റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷയ്ക്കും ഈ മേഖലയിൽ അവരുടെ ഉന്നമനത്തിനും ആവശ്യമായ നടപടികളിലേക്ക് കടക്കുകയാണ് സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ആഭ്യന്തര പരാതി പരിഹാര സമിതികളും അതുപോലെ തന്നെ സിനിമാ രംഗത്ത് സീരിയൽ അതുപോലുള്ള രംഗങ്ങളിൽ സ്ത്രീകളുടെ കൂടുതൽ സാന്നിധ്യമുണ്ടാകാൻ സാമ്പത്തിക സഹായവും പുരസ്കാരവും പരിശീലനവും അതുപോലുള്ള അതിനുള്ള എല്ലാ കാര്യങ്ങളുടെയും ചുക്കാൻ അല്ലെങ്കിൽ അതിനു വേണ്ട പ്രോത്സാഹനം നൽകുന്നത് സർക്കാരാണ്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. ഈ ഘട്ടത്തിലെല്ലാം കൃത്യമായി മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് വ്യക്തമാക്കുകയും ചെയ്ത കാര്യങ്ങളിലാണ് ഇവർ ഇതിനകം വലിയ തോതിലുള്ള ഘോരമായിട്ടുള്ള വലിയ തോതിലുള്ള വാദങ്ങൾ ഉയർത്തുന്നത്. ഈ കൃത്യതയോടുകൂടി തന്നെ എന്താണ് പറയുക, ഇച്ഛാശക്തിയോടെ നീങ്ങുന്ന പിണറായി സർക്കാരിൻ്റെ നീക്കങ്ങളെ തുരങ്കം വയ്ക്കാനുള്ള ഏത് നീക്കത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്നുള്ള ഒരു ഉറപ്പുകൂടിയാണ് ഈ സർക്കാർ നിലപാടിലൂടെ വ്യക്തമാകുന്നത്.